ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2 ഇൻഡസ്ട്രിയിൽ തീ പിടിപ്പിച്ചിരിക്കുകയാണ്. 4-ാം ദിനം ഭീകര കളക്ഷൻ തന്നെയായിരുന്നു ഞായറാഴ്ച. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് അടിച്ച് പൊളിച്ച് കയറി വാ എന്ന് തന്നെയാണ് പറയാനുള്ളത്. 1306 ഷോകളിൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഇന്നലെ വന്നത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ്. അതായത് ഫൈനലായിട്ട് ഇന്നലെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് 2,04,00,000 രൂപയോളമാണ്. അതായത് നമുക്ക് ഏകദേശം 2.5 കോടിക്ക് മുകളിലാണ് ഇന്നലത്തെയും കളക്ഷൻ. ഇവിടെ ഹെവി നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ വന്ന സിനിമയ്ക്ക് കളക്ഷൻ വരുമ്പോൾ ഹെവി എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് ഒരു മലയാള സിനിമയുടെ കളക്ഷനാണ്. ആദ്യ ദിനത്തെ വെല്ലുന്ന തരത്തിൽ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും, കേരളം ഒഴികെ എല്ലാ സ്ഥലങ്ങളിലും സിനിമയുടെ കളക്ഷൻ പോകുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 14 കോടിക്കടുത്താണ് സിനിമയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇനി വേൾഡ് വൈഡ് ആയിട്ട് എത്തുകയാണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ, അതായത് ഞായറാഴ്ച കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 200 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കളക്ഷനായി മാറുമെന്നുള്ളതാണ്. 200 കോടി ആദ്യ ദിനം കഴിഞ്ഞിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം വരുന്ന ആദ്യത്തെ മലയാള സിനിമയായി മാറും എന്നുള്ളതാണ്. ആദ്യ ദിനം നമ്മൾ കണ്ടു 294 കോടിയാണ് വന്നതെങ്കിൽ രണ്ടാം ദിവസമായപ്പോഴേക്കും 449 കോടിയും 3-ാം ദിവസമായപ്പോൾ 621 കോടിയും എത്തിയ സിനിമ ഇന്ന് 220-230 കോടി നേടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ 800 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് തീ പിടിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഒരു പക്ഷേ 90 ലക്ഷം മുതൽ 90 കോടി മുതൽ ഒരു 100 കോടി വരെ ആയിരിക്കാം ഞായറാഴ്ചത്തെ കളക്ഷനായിട്ട് വരാൻ പോകുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചത്തെ കളക്ഷൻ എങ്ങനെയെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏത് സിനിമയുടെയും ഫസ്റ്റ് മൺഡേ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം 100, 120 കോടി, അല്ലെങ്കിൽ 150 കോടിക്ക് മുകളിലായിരിക്കും ഇന്നും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് $9 മില്യൺ തൂക്കിയിരിക്കുകയാണ് ഈ സിനിമ. അതായത് 76 കോടിക്ക് മുകളിലുള്ള എമൗണ്ടാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് ലഭ്യമായിട്ട് പറയുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ സിനിമ തിളങ്ങിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. കാരണം ഒരു അന്യഭാഷാ ചിത്രത്തിന് പോയി ഹിന്ദിയിൽ പോയി കളക്ഷനൊക്കെ തൂക്കുക എന്ന് പറഞ്ഞാൽ വിരളമായി നടക്കുന്ന കാര്യമാണെങ്കിൽ ഇവിടെ ഹിന്ദി സിനിമകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അങ്ങനെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. എക്സാക്റ്റ് ഫിഗറുകൾ നമുക്ക് വന്നിട്ടില്ല. അതുമായിട്ട് നമുക്ക് എന്താണേലും എത്താം. ഒരുപാട് നല്ല സർവ്വ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫാസ്റ്റസ്റ്റ് 400, 500, 600, 800 CR എന്നുള്ള ലെവലിലേക്കും സിനിമ വരും. അതേപോലെ തന്നെ തുടർച്ചയായി 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 4 ദിവസവും 100K ടിക്കറ്റ് ബുക്കിംഗ് ഇൻ ബുക്ക് മൈ ഷോ എന്ന ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിലുണ്ടായിരുന്നു. 4 ദിവസങ്ങളിലും 100Kക്ക് മുകളിലായിരുന്നു സിനിമയുടെ ഓരോ മണിക്കൂറിലെയും ടിക്കറ്റ് വിറ്റെങ്കിൽ 5-ാം ദിവസവും അത് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാണ്. അതിന് നമുക്ക് ഉറ്റുനോക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഇന്ന് ഒഫീഷ്യൽ കളക്ഷൻ വരുമ്പോൾ ഹിന്ദിയിൽ എത്രയായിരിക്കും 4-ാം ദിനത്തെ കളക്ഷൻ. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് സിനിമ ഇന്ന് 850 കടക്കുമോ, അതായത് ഞായറാഴ്ചത്തെ കളക്ഷൻ വെച്ചിട്ട് 850 കോടി കടക്കുമോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടെ അല്ലു അർജുൻ ഫാൻസ് തകർത്ത് കയറി വാ.